മലപ്പുറത്തും താമര വിരിയും. ഇവിടെ അതിന് മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും മലപ്പുറത്തെ ആളുകൾ നമ്മളെ സ്വീകരിക്കും. ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്ന് ചേരാത്തു. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥി ഒരു കായിക താരമാണ്, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സംസ്ഥാന ഹാൻഡ്ബോൾ താരമായിരുന്നു അവർ ഇത്തവണ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടൻ ഡിവിഷനിൽ നിന്നും NDA സ്ഥാനാർത്ഥിയാണ്. അവരുടെ പേര് പത്മശ്രീ അജിത്ത് എന്നാണ്. കായിക താരമൊക്കെ ആയിട്ടുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പത്മശ്രീ അജിത്ത് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. പത്മശ്രീ, ഈ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ എന്താണ് തോന്നിയത്? സാധാരണ ഒരു കായിക താരമാണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പക്ഷേ പാരമ്പര്യമായിട്ട് എനിക്ക് തോന്നുന്നു BJP പ്രവർത്തകയാണ് എന്ന് തോന്നുന്നു. അല്ലേ? അതൊന്നൊരു സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ എന്ത് തോന്നി? പാർട്ടി നമ്മളെ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളത് ഏറ്റെടുത്തപ്പോൾ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് മാറി നിൽക്കേണ്ട, ഇതിൻ്റെ കൂടെ പാർട്ടിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷപൂർവ്വം നമ്മൾ ഈ ഒരു ഇത് ഏറ്റെടുത്തു. നിലവിൽ മൂത്തടത്ത് ഡിവിഷനിൽ ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? സ്വാഭാവികമായിട്ടും നിലവിൽ UDFൻ്റെ ഒരു കയ്യിലുള്ള ഒരു ഡിവിഷനാണ്. ഇത്തവണ ഈ BJPയെ സംബന്ധിച്ച് അവിടെ എന്താണ് പ്രതീക്ഷകളുള്ളത്? BJPക്ക് വളരെ പ്രതീക്ഷയുണ്ട്. നമ്മൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവരത് നമ്മളെ പൂർണ്ണമായിട്ടും ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു കാഴ്ചയും അത് തന്നെയാണ്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ സന്തോഷമായിട്ട് നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ഈ ഒരു ഇലക്ഷനിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും പേര് പത്മശ്രീ എന്നാണ്. അപ്പോൾ ചോദ്യം എന്നല്ല, മലപ്പുറം പോലൊരു മണ്ണിൽ പത്മം വിരിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം. മലപ്പുറത്ത് താമര വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും, കേരളത്തിലായാലും പുറത്തായാലും ഒക്കെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും BJP എന്ന് പറയുന്ന പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലപ്പുറത്തും അതിൽ വിപരീതമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് മലപ്പുറത്തും താമര വിരിയും. ഇവിടെ അതിന് മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും മലപ്പുറത്തെ ആളുകൾ നമ്മളെ സ്വീകരിക്കും. മലപ്പുറം പൊതുവെ ഈ മാനവികതയ്ക്കൊക്കെ പേരുകേട്ടൊരു മണ്ണാണ്. പക്ഷേ BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മലപ്പുറത്ത് ഒരു പ്രത്യേക ഒരു ഇടമാക്കിയിട്ടൊക്കെ വിമർശിക്കുന്നത് കാണാറുണ്ട്. അത് BJPയെ സംബന്ധിച്ച് തിരിച്ചടിയല്ലേ? ഇല്ല, BJPയുടെ ആളുകൾ വേർതിരിച്ച് കണ്ടു എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലത്തെ ആളുകളും ഇതിനെക്കുറിച്ചിട്ട് പലയിടങ്ങളിലും നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മലപ്പുറത്ത് വന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. മലപ്പുറത്തുകാർ ആരെയും മാറ്റി നിർത്തുന്നവരല്ല, എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. മലപ്പുറത്തെ മണ്ണ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന മണ്ണാണ്. യെസ്, ഈ പഴയ കായിക താരമാണ്, ഹാൻഡ്ബോൾ പ്ലെയറാണ്, സംസ്ഥാന ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അന്നത്തെ ഈ സ്ഥാനാർത്ഥിത്വം കണ്ട് അന്നത്തെ കൂട്ടുകാരൊക്കെ വിളിച്ചു. അന്നത്തെ കായികപരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? കായികപരമായിട്ടുള്ള ഓർമ്മകൾ, നമ്മൾ തിരുവാലി സ്കൂളാണ്. തിരുവാലി സ്കൂൾ എന്ന് പറയുന്നത് വലിയ ഗ്രൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അവിടെ പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം സപ്പോർട്ടാണ്. ഈ ഒരു ഇതിൽ വന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അല്ലേ? ഒരു വാർത്താ ചാനലിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പത്മശ്രീയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ വോട്ട് തേടി പോകുന്ന സമയത്ത് മൂത്തടുത്ത വോട്ടർമാർ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടർമാർ, പത്മം പേടിക്കേണ്ട, വോട്ട് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? സാഹചര്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ നമുക്ക് രാഷ്ട്രീയം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ നമ്മൾ വ്യക്തിബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോരുത്തരെ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ വോട്ടറിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മളെ വ്യക്തിത്വമാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് അവരുമായിട്ടൊരു കൂടുതൽ ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അത് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. പത്മശ്രീയുടെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ ഒരു രഹസ്യം, പത്മശ്രീ അത്യാവശ്യം നന്നായി പാട്ട് പാടുന്ന ഒരാളാണെന്നൊക്കെയാണ്. പാട്ടുകാരിയൊന്നുമല്ല, നമ്മൾ പാട്ട് കേൾക്കും, ആസ്വദിക്കും, എല്ലാം ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പാട്ടുകാരി എന്നുള്ളൊരു ലേബലിലേക്കൊന്നും മാറാൻ പറ്റിയിട്ടുണ്ടോ അത് അറിയില്ല. നമുക്ക് ഒരു പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്ത് തീർച്ചയായിട്ടും നോക്കാം, ശ്രമിക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. പാട്ട് പാടുമ്പോൾ ഒരു ആവശ്യമുണ്ട്, നമ്മളെ റിപ്പോർട്ടറും കൂടി നമ്മളെ കൂടെ പാടുന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകത. നോക്കാം. കാട് പൂത്തല്ലോ, ഞാവൽ കാപഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ
നിന്റെ കൈ പിടിച്ചിടാൻ ഇന്ന് മൂളിപ്പാട്ട് പാടി വന്ന മുളം തത്തമ്മേ, ഇന്നിയാളൊഴിഞ്ഞ് കൂട്ടിലെന്തേ വന്ന് ചേരാത്തു, ഇന്നിയാളൊഴിഞ്ഞ് കൂട്ടിലെന്തേ വന്ന് ചേരാത്തു. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം. അതിനകത്തൊരു തെറ്റുണ്ട്. അല്ലിയാമ്പൽ കടവിൽ അരയ്ക്ക് വെള്ളമാണ്, അപ്പോൾ അത് കുഴപ്പമില്ല, വള്ളമാണ് നമ്മൾ പാടിയത്. എങ്കിലും തെറ്റാതെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പത്മശ്രീ പോട്ടെ. ആശംസകൾ. പത്മശ്രീയാണ് നമ്മളോട് സംസാരിച്ചത്. നല്ല കലാകാരിയാണ്, നല്ല കായിക താരമാണ്. അവരെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഭാവിയുള്ള ആളാണ്. എങ്കിൽ കൂടിയും രാഷ്ട്രീയത്തിലും അവർ തിളങ്ങട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.